നമസ്കാരം. അഡ്വക്കേറ്റ് അഷ്കറലിയാണ്. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? അതെന്താ അങ്ങനെ പറയുന്നത്? നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണിക്കാനായിട്ട് പോകും. അപ്പം നമ്മളങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം ആ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവും. ഒരു സാധാ പനിയും തലവേദനയൊക്കെ ആണെങ്കിൽ നമ്മളൊരു MBBSകാരൻ്റെ അടുത്ത് പോകും. ഇനി അതല്ലെങ്കിൽ ഒരു പല്ലുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ BDSകാരൻ്റെ അടുത്ത് പോകും. അല്ലെങ്കിൽ ഹോമിയോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ബാച്ചിലർ ഓഫ് ഹോമിയോ കഴിഞ്ഞ ആളെ കാണാൻ പോകും. അല്ലെങ്കിൽ ആയുർവേദ കഴിഞ്ഞ ആളെ കാണാനായിട്ട് പോകും. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്, കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് കൗൺസിലറുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് പോകുന്നത്. മാനസികാരോഗ്യത്തിന് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈക്കോളജിക്കൽ റീസൺസ് ആയിട്ടാണെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂസ് ആയിട്ടാണെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കൗൺസിലറുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ കൗൺസിലർ MSW കഴിഞ്ഞ ആളാണോ, അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആളാണോ, സൈക്കാട്രിക് സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആളാണോ, അതല്ലെങ്കിൽ MA സൈക്കോളജി കഴിഞ്ഞ MSc സൈക്കോളജി കഴിഞ്ഞ ആളാണോ, അതല്ലെങ്കിൽ അതിനുശേഷം ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil കഴിഞ്ഞ ആളുകളാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കൗൺസിലേഴ്സിനെ ചൂസ് ചെയ്യാനായിട്ട്. ഇന്ന് നമുക്ക് പെട്ടിക്കടയിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങിക്കുന്നത് പോലെ എവിടെ നോക്കിക്കഴിഞ്ഞാലും സൈക്കോളജി 6 മാസം കൊണ്ട് പഠിച്ച് നിങ്ങൾക്കും ഒരു സൈക്കോളജിസ്റ്റ് ആകാമെന്ന് പറയുന്ന പരസ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കോഴ്സുകളൊക്കെ നല്ലതാണ്. എന്താണ് സൈക്കോളജി എന്ന് മനസ്സിലാക്കുന്നതിനും നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ അത്തരം കോഴ്സുകൾ നമ്മളെ സഹായിച്ചേക്കാം. പക്ഷെ അത്തരം കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ അടുത്തോട്ട് കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ തല വെച്ച് കൊടുക്കുന്നത് വലിയ വെല്ലുവിളികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ MA സൈക്കോളജി, MSc സൈക്കോളജി, MSW ഇത്തരം കോഴ്സുകൾ കഴിയാത്ത ആളുകളുടെ അടുത്തോട്ട് നമ്മൾ ഒരു കാരണവശാലും കൗൺസിലിങ്ങിന് പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക്